ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഷ്യാസ് ക്രിയേഷൻസ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബീൻസ് കറിയാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബട്ടർ ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ബീൻസ് എല്ലായിടത്തും അത്ര അവൈലബിൾ ആയിട്ടുള്ളൊരു പച്ചക്കറിയല്ല. ഞങ്ങളിത് മേടിച്ചത് മൂന്നാറിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് ബട്ടർ ബീൻസ് എന്ന് തന്നെയാണോ പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരാണോ പറയുന്നതെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ഈ ബീൻസൊക്കെ ഇങ്ങനെ ഒരുക്കിയെടുക്കാം. ഈ ബീൻസ് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ മീറ്റിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസൊക്കെ ഈ ബട്ടർ ബീൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനൊക്കെ മീറ്റിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണിത്. ഇതെല്ലാം ഇങ്ങനെ ഒരുക്കിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് മൂടി അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തത്. അപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ബട്ടർ ബീൻസ് കറിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമായിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എയർ പോയി കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, 2 സവോളയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയിലിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ബട്ടർ ബീൻസ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് വലിയ സ്പൂണിന് 1 സ്പൂണാണ്. ഇനി ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയിൽ നിന്നൊക്കെ എടുക്കുന്ന പാൽ ചേർത്താൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച ബട്ടർ ബീൻസ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ ഈ ബട്ടർ ബീൻസിലോട്ട് നല്ലപോലെ പിടിക്കാനായിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ബീൻസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.